മാസ്മരിക ഭാവനയാൽ മെനഞ്ഞെടുത്ത കിൽത്താൻ ദ്വീപിന്റെ ഭംഗിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. തെങ്ങിൻ തിലയിൽ തൂങ്ങിയാടുന്ന തേങ്ങാക്കൊലകളും ആഞ്ഞടിക്കുന്ന നീല തിരമാലകളും വാരിപ്പുണരാൻ ഒരുങ്ങി നിൽക്കുന്ന കാർമേഘങ്ങളും നിങ്ങളെ വരവേൽക്കുകയാണ് ഗൈസ്. കടന്നു വരൂ, എന്റെ ബ്ലോഗിലേക്ക് കടന്നു വരൂ. നിങ്ങൾ എന്തിനു മടിച്ചു നിൽക്കുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങോട്ട് വരൂ, ഇവിടെയാണ് വ്യൂ. ഹലോ, അപ്പൊ ഞാൻ ഇന്നത്തെ കലാപരിപാടികളുമായിട്ട് രംഗത്തോട്ട് പ്രവേശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പെങ്ങളിവിടെ വിറക് ശേഖരണം, പിന്നെ നമ്മുടെ അസർമുല്ലയും ഫ്രണ്ടും റിലാക്സേഷനിലാണ്. ഒരു വിധം ഒന്ന് തല്ലിച്ചായ്ച്ച് കിടക്കാൻ ഉദ്ദേശിച്ച് അങ്ങ് പോവുമായിരുന്നു. അപ്പോഴാണ് മുന്നേ വിളിച്ചിട്ട് ചായ കുടിക്കാൻ പോയാലോ എന്ന് പറഞ്ഞത്. പിന്നെ പാവമല്ലേ, ചായ അല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങ് ഇറങ്ങിയേക്കുവാണ്. ഒരുവിധം കെട്ടി ഒരുങ്ങി. പിന്നെ ഇന്നും മോർണിംഗ് മുതൽ ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല അധികമൊന്നും. പിന്നെ രാവിലെ ഒരു പഴംപൊരിയും ചായയും കുടിച്ചതിന് ശേഷം പിന്നെ ഞാനങ്ങനെ പെങ്ങളുടെ മക്കൾ കുടിച്ചിട്ട് വെച്ച, പെങ്ങളുടെ ക്ലീനിങ്ങിലാണ്, പെങ്ങളുടെ മക്കൾ കുടിച്ചിട്ട് വെച്ച ബാക്കിയായ കഞ്ഞിയിൽ നിന്ന് 2 സ്പൂൺ, പിന്നെ ഉമ്മ കഴിച്ച കുരുകടലേക്ക, അതായത് വൈറ്റ് ചന ഉപ്പേരി, അതിൽ നിന്ന് 2 സ്പൂൺ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിച്ചതേ ഉള്ളൂ. വലുതായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ മുന്നേ ഇങ്ങനെ ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ വയറ്റിൽ ഓൾറെഡി സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചായ കൂടി അകത്താക്കാനുള്ള ഒരു സ്പേസ് അവിടെ തന്നെ ഉണ്ട്. എന്താ പറഞ്ഞത്? ഏത് നേരം നോക്കിയാൽ ഞാൻ ഹോട്ടലിലാണെന്നാണ് പറയുന്നത്. ഞാൻ തർജ്ജമ ചെയ്തുതരാം. നിനക്കൊക്കെ മലയാളം സംസാരിച്ചാൽ എന്താ, ഇവർക്കൊന്നും മനസ്സിലാവില്ല. അതായത് അവൾ പറയുകയാണ്, അവൾ എന്തെങ്കിലും വല്ലപ്പോഴും ഒരു ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് അപ്പം ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങും. ഹോംലി മീലാണ് നല്ലത്, ഹോട്ടൽ ഫുഡൊക്കെ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആയിട്ടോന്നോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ആ അട്ടഹാസം നിങ്ങൾ കേട്ടോ. വന്നേക്കുവാണ് മനുഷ്യന് മെനക്കെടുത്താനായിട്ട്. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ എങ്ങോട്ടാണ്? ചായ കുടിക്കാൻ. സംസാരിച്ചില്ല, നമുക്ക് മൈക്കും ഇല്ല, ഒരു കുന്തവും കുടച്ചക്രവും ഇല്ലാതെ ഒരു പോടും പിടിച്ചിറങ്ങിയേക്കുവാണ്. എന്റെ അടുത്ത് ഓൾറെഡി ഒരു മൈക്കുണ്ട്, പക്ഷെ ആ മൈക്ക് ഇട്ട് സംസാരിച്ചാല് പാറപ്പുറത്ത് ചിരട്ട വെച്ച് ഉരയ്ക്കുന്ന പോലത്തെ സൗണ്ടാ. അതുകൊണ്ടാട്ടോ ഞാന് അവിടെ അച്ഛ ഇവിടെ നിൽക്കുന്നുണ്ട്. അച്ഛാ പക്കടോ സ്കൂളാണ് കേട്ടോ, നോർത്ത് സ്കൂൾ. മക്കളാരും പറ്റത്തില്ല. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ കിൽത്താൻ ദ്വീപിന്റെ അഭിമാനമായ ഹോസ്പിറ്റൽ, പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ അടുക്കത്തൂടെയാണ്. ഇതാണ് നമ്മുടെ അടുത്ത ഹോസ്പിറ്റൽ. ഇപ്പോൾ ക്യാബിന്റെ ഹോട്ടലിലാണ്, ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെയുള്ള ഹോട്ടലാണ്. ക്യാബ് ഇവിടെ തിരക്കിട്ട പണിയിലാണ്. കടന്നു വരൂ. നമുക്കിന്നിവിടെ സമൂസ ഉണ്ട്, പത്രി ഉണ്ട്, ആൻഡ് റോൾ. ഹലോ, അർത്ഥം വെച്ചുള്ള സംസാരം ആളെ ക്യാമറ പഠിക്കാം. ഇങ്ങനെ മുഖം കാണണ്ടേ? മതിയേ. അപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് ഇറങ്ങിയേക്കുവാണ്. അതാണ് ക്യാബിൻ്റെ ഹോട്ടൽ. അപ്പോൾ ഞാൻ വേറെ ഒരു ബൃഹത്തായ ഒരു സംരംഭം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് നടക്കുന്നത്. ഹോൾഡ് ഓൺ എ സെക്കൻഡ്. ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ? ഇത് നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് വന്നൊരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ പേര് ഡയാലിസിസ് സെൻ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടുകാർ മൊത്തം ഇങ്ങനെ പിരിവിട്ടിട്ടാണ് അങ്ങനെ ഒരു ബിൽഡിങ്ങും അങ്ങനെ ഒരു സംഭവം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ദ്വീപുകാർക്ക് തന്നെയാണ്. അപ്പോൾ അത് റൺ ചെയ്യുന്നതും ദ്വീപുകാരുടെ കൂട്ടായ്മയും ഒക്കെ കൊണ്ടാണ്. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലമൊന്നും എത്ര ചോദിച്ചിട്ട് പറയുന്നില്ല, പറയാം എന്ന് മാത്രമേ ഉത്തരമായിട്ട് തരുന്നത് ചോദിക്കുമ്പോഴൊക്കെ.
അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മൾ എവിടേക്കാണ് പോകുന്നത്. ഇത് നഴ്സറി സ്കൂളാണ്. ചെറിയ ചെറിയ കുട്ടികളൊക്കെ പോകുന്നു, വീട്ടിലായി കാണാൻ തോന്നുന്നു. നമ്മുടെ സ്വന്തം ഹമിത മാഡമാണ് പോയിരിക്കുന്നത്. സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ മെയിൻ പട്ടണമായിരുന്നു ഒരു കാലത്ത്. ഇതാണ് ആ ടൗൺ. ഒരു മെയിൻ കവല അല്ലെങ്കിൽ ഒരു മെയിൻ പട്ടണം എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇപ്പൊ കഴിഞ്ഞു. അമീൻ എന്നാണ് ആ സ്പോട്ടിന്റെ പേര്. മുന്നേ വന്നിരിക്കുന്നത് മുറുക്കാൻ വായിക്കാനാണ് ഗൈസ്. നേനോ വാലേനെ. അതെ, നിങ്ങൾ ഈ വർത്താനം കിട്ടി ഇവിടെ കച്ചറയാണെന്ന് വിചാരിക്കരുത്. അവിടെ കൊച്ച് ഇവരുടെ വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ പേടി അന്വേഷിച്ചടക്കായിരുന്നു. പക്ഷെ എന്താ പറയാ, അവരെ സർപ്രൈസ് ആക്കി ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു ഇവരൊന്ന് ഞെട്ടാൻ വേണ്ടിയിട്ട്. എനിവേ, എന്റെ ബാക്കിലുള്ളത് എന്റെ സ്വന്തം ക്ലാസ്മേറ്റ് കൂടിയായ സലീമാണ്. ഗൈസ് 1000 പ്രാവശ്യം കാണിച്ചതാണ് എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. കിൽത്താൻ ദ്വീപിന്റെ രണ്ടാമത്തെ അഭിമാനമായ രണ്ടാമത്തെ ലൈറ്റ് ഹൗസ് വിത്ത് ടർഫ് ആൻഡ് ഹെലികോപ്റ്റർ വെയിറ്റിംഗ് ഷെഡ്, വെയിറ്റിംഗ് ഹാൾ. ഇതാണ് നമ്മുടെ സീപ്ലെയിന്റെ പരസ്യം. പിന്നെ ഇതാണ് ഹെലികോപ്റ്റർ വന്ന് താഴുന്ന സ്ഥലം, അതായത് ഹെലിപാഡ്. അമേസിംഗ്ലി വാവ്. ഓ മൈ ഗോഡ്. ഓക്കെ മുന്നേ എനിക്ക് കുറച്ച് നേരമേ തന്നിട്ടുള്ളൂ. അതായത് മുന്നേ മുറുക്കാൻ വായിലിടുന്ന ആ സമയത്തിനുള്ളിൽ എന്നോട് വീഡിയോ പകർത്തിട്ട് വേഗം വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ. നോക്കൂ, ഈ കടലിൽ എങ്ങാനും വീണാൽ പിന്നെ നമ്മുടെ 16 അടിയന്തരം നടത്തേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഹെവിയാണ്. പിന്നെ ആ കാണുന്ന കുന്തം പോലെ ഇരിക്കുന്ന സാധനം കണ്ടോ, അതാണ് നാട്ടിലേക്കുള്ള ഗേറ്റ് വേ, കിൽത്താൻ ദ്വീപിന്റെ ഗേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ബോട്ട് ആയിക്കോട്ടെ, വെസൽ ആയിക്കോട്ടെ, അതൊക്കെ അതിന്റെ അകത്ത് കൂടിയാണ് വരുന്നത്. എന്നിട്ട് നമ്മുടെ മെയിൻ ജെട്ടിയിലോട്ടാണ് പോവുക. അവിടെ നിന്നാണ് ആൾക്കാർ ഇറങ്ങുന്നത് താഴോട്ട്. അത്ര വരെ ഇറങ്ങത്തില്ല, ഇറങ്ങിയ മുങ്ങിച്ചാവും. ഓ മൈ ഗോഡ്. ഇനിയിപ്പോ കിൽത്താൻ ദ്വീപിന്റെ മനോഹരമായ വ്യൂ ആണ് നിങ്ങൾക്ക് മുമ്പ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ ഗായ്സ്, ലക്ഷദ്വീപിന്റെ ഒന്നാമത്തെ അഭിമാനമായ ലൈറ്റ് ഹൗസ് അങ്ങ് ദൂരെ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ഒരു പൊട്ട് പോലെയാണതുള്ളത്. മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഹെലിപാഡിന്റെ. അപ്പൊ മുന്നേ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടിയിലോട്ട് കയറിയിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കിൽത്താൻ ദ്വീപിന്റെ സ്വിമ്മിംഗ് പൂൾ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് കൂടിയാണ്. ഇത്ര വരെ ആരും അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് ഗൈസ്. കാരണം സ്വിമ്മിംഗ് പൂളിന്റെ വ്യൂ ഓൾറെഡി കഴിഞ്ഞു. ഞാൻ കരുതി ക്യാമറ ഓൺ ആണെന്ന്, പക്ഷേ ഓൺ അല്ലായിരുന്നു. എനിവേസ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുണ്ട്. കൊച്ചിനെ കളിപ്പിച്ച് നിൽക്കുകയാണ്. അപ്പുവാ ടാറ്റാ. അവരൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ വീഡിയോ ഉൾപ്പെടുത്തണം, പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് 10 കൈയൊന്നും ഇല്ലല്ലോ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ജെട്ടി. ആ കുന്തമുനയിൽ നിന്നും ബോട്ടുകളും വെസലും വന്ന് അടുപ്പിക്കുന്ന ജെട്ടിയാണിത്. ഇവിടെ വെച്ചാണ് പാസഞ്ചേഴ്സ് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത്. പണി നടക്കുന്ന കാര്യം പറഞ്ഞേക്കേ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെയാണ് ഇന്നിപ്പോ എന്നെ ഓർമ്മിപ്പിച്ചത്. ജെട്ടി പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കച്ചറകളൊക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. സത്യം പറഞ്ഞാൽ ഇവിടെയാണോ ഞാൻ സ്വിമ്മിംഗ് പൂൾ എന്ന് വിളിക്കേണ്ടത്, അല്ല അവിടെയാണോ വിളിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ആയി പോയിരിക്കുകയാണ് ഗായ്സ്. എന്തായാലും ഞാനൊരു നെറുക്കെടുപ്പ് വയ്ക്കുന്നതായിരിക്കും. അതൊന്ന് സെലക്ട് ചെയ്യുന്ന ഭാഗത്ത് ഞാൻ സ്വിമ്മിംഗ് പൂൾ എന്ന് വിളിക്കുന്നതായിരിക്കും. ഞാൻ ഇവരെ ഒപ്പിയെടുക്കാൻ വേണ്ടി വണ്ടി സ്റ്റോപ്പ് ചെയ്തേക്കുമായിരുന്നു. ഓ മൈ ഗോഡ്, എന്തൊരു വ്യൂ ആണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കോഴികൾ റെയറാണ്. അപ്പോൾ ആരെങ്കിലും വളർത്തുന്നതായിരിക്കും. ടർക്കി കോഴികൾ അവൈലബിൾ ആണ്. ആരുടേതാണെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. എന്തോ ഇര പിടിക്കുകയാണെന്ന്. മുന്നാറാസിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഗൈസ്.
റാസി ദേണ്ടി അവിടെ നിന്ന് വരുന്നു. പുള്ളിക്കുപ്പങ്ങന്ന്. എനിക്കിഷ്ടമാണ് ഇതിനിങ്ങനെ പൊട്ടിക്കാൻ. ഇതിനൊരു സൗണ്ടൊക്കെ വരേണ്ടതായിരുന്നല്ലോ. എന്താ വരാത്തത്? വന്നു. ആഹാ, എന്തൊരു ആഹാ. അമേസിംഗ്ലി വാവ്. എന്താ ഇതിന് മുകളിലൊരു പുഴു ഉണ്ടെന്നാണ്. അതെന്ത് പുഴു എനിക്കറിയില്ല. ബട്ടർഫ്ലൈ ആവുന്ന വല്ലതും ആയിരിക്കും. ഇതിനെയൊക്കെ പിടിച്ച് നമ്മളൊരു കുപ്പിയിലാക്കി വെക്കണം. അപ്പം കാണാം ബട്ടർഫ്ലൈസ് പറന്നു പോകുന്നത്. ഇന്നലെ ഇട്ട വീഡിയോനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞാൽ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ. ആ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് വഴി കൂടി നടക്കാൻ പറ്റുന്നില്ല. നെയ്മർ എവിടെയാ, ബ്രസീൽ എവിടെയാ, ഇതൊക്കെയാ എന്നോട് ചോദിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോ ഒരു മനസ്സുഖം. ഒന്നുമില്ല. ക്ലാസ് റെഡി ആവാൻ പോയിരിക്കുകയാണ്. വിചാരം കറങ്ങാൻ പോവാണ്. ഇന്ന് വെള്ളിയാഴ്ചയാ. അതെ വെള്ളിയാഴ്ച ഇവിടെ പീടികയും ഉണ്ടാവില്ല, ഹോട്ടലും അങ്ങനെ അധികം ഉണ്ടാവില്ല. ജുമായ്ക്ക് പോകാനുള്ളതുകൊണ്ട് പോകുന്നുണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞ് പലരും ഇവിടെ ലീവാക്കുന്നുണ്ട്. വരുന്നുണ്ട് ഗൈസ്. നങ്ങ വെറുതെ മന്നത് ഇത് വെള്ളിയിൽ ഉരുട്ടിക്കൊള്ളു. 50 ഉറുപ്പ്യാന്ന്. എന്നെ പ്രില്ല് വാങ്ങിക്കാൻ ഇറങ്ങിയേക്കുവാണ് റാസി. നമ്മളെങ്ങനെ പ്രില്ല് വാങ്ങിക്കാൻ പോവുകയാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ കണ്ടിയാ? കണ്ടില്ല? കാണോണ്ട് ആ കമന്റ് ബോക്സ് ആണോ കാണോണ്ട്? ഹലോ, ഇന്ത്യക്ക് ടീമില്ല. നീ ചൊല്ലിയത് അപ്പം നമ്മളുടെ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്കും ഒരു സാധനം വാങ്ങിക്കാനുണ്ട്. നെയ്ച്ചോറിൻ്റെ അരി വാങ്ങിക്കണമെന്ന് പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ നമുക്ക് അതും വാങ്ങിക്കണം. ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. വാവ്, ബ്യൂട്ടിഫുൾ കരിങ്കോഴി. ഓ മൈ ഗോഡ്. നമ്മളങ്ങനെ അരിയും വാങ്ങിച്ചിറങ്ങിയേക്കുവാണ്. ഇവരെല്ലാവരുടെയും യാത്ര ചോദിക്കുകയാണ്. എവിടേക്കോ കയറാൻ പോകുന്ന മാതിരി. പരിചയക്കാരുടെയൊക്കെ പോട്ട്. നമ്മുടെ സ്വന്തം സമത് സാറാണ് ആ പോകുന്നത്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു LSTയുടെ സമയത്ത്. ചായ വേണ്ടാവുന്നി. ഇതെൻ്റെ ഇളയമ്മാൻ്റെ വീടാണ്. ഞങ്ങളെ കുഞ്ഞി എന്ന് വിളിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. കടലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വീട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാണ്. എനിക്ക് എപ്പോൾ ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാൻ. അപ്പോൾ എൻ്റെ ഇളയ മോന് വേണ്ടി കുറച്ച് മിഠായി കൊടുത്തതായിരുന്നു. മഞ്ചി മിഠായി. അൻസാരി മോന്. എന്ത് രസാ. നല്ല കാറ്റ്. ഇതാണ് വീട്. താൻ പറപ്പിച്ചോ? ആ പ്രായമാണല്ലോ. നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ്. വരുന്നവരും പോകുന്നവരും ഒക്കെ. ക്ലാസ്സിൽ പ്രില്ലെടുത്തതിന്റെ ബാഗിക്ക് ബിസ്ക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. പോട്ടെ പിന്നെ. ഓ സുഖം. ഉള്ളവൻ 10 റുപ്യയുടെ ബിസ്ക്കറ്റ് എന്ന് പറയടേ. 10 റുപ്യയുടെ ബിസ്ക്കറ്റ് എനിക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ സ്കൂൾ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ വീട്ടിലോട്ട് പോവാണ്. ടീച്ചറേ, ഫയർഫോഴ്സ്
ആമിന ടീച്ചറും ഹസ്ബൻഡ് ഫയർഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ ഞങ്ങളെ സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ആഞ്ഞ ടീച്ചറാണ്. സോറി ഗായ്സ്, ആമിന അല്ല. റിച്ചോ ഒരു ഗ്രാമീണ അന്തരീക്ഷം. ഇതാണ് ഇരിക്കും കാട്. വന്ന ഭാർഗവി നിലയം പോലെ ആക്കിയിട്ടുണ്ട്. സാറും കുട്ടികളൊക്കെ സ്കൂള് കഴിഞ്ഞിട്ട് പോവാണ്. റാസി എല്ലാവരും അടിച്ചിവിടെ പഞ്ചറാക്കിയാണ്. എടോ കുട്ടികൾ ട്രോളോ ആണ് ഗൈസ്. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഇന്ത്യ ടീം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ഓ മൈ ഗോഡ്. ഹലോ ടീച്ചേഴ്സ് ആണ് അവരൊക്കെ. അപ്പൊ നമ്മൾ റാസിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയേക്കുവാണ്. നേരെ എൻ്റെ വീട്ടിലേക്ക് ഫോൺ അടിച്ചിട്ട് പേപ്പരാ. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ സ്കൂൾ കുട്ടികളൊക്കെ. ഹലോ കുട്ടികളൊക്കെ ടി വി. ഓ മൈ ഗുഡ്നസ്, കുട്ടികൾ ഞങ്ങളെ ട്രോളുമാണ് ഗൈസ്, ട്രോളുമാണ്. ടീം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ബൈ ബൈ. അപ്പൊ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പൊ മനസ്സിലാവും എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. മുന്നേ എന്നെ ഇറക്കിയിരിക്കുകയാണ് ഗൈസ്. ഒന്നുമില്ല, ഞാൻ ഇതിൽ പറഞ്ഞതാ. മുണ്ണയും പെങ്ങളും. അവർ യൂട്യൂബിലെ ലോങ് വീഡിയോനെ കുറിച്ച് ചർച്ച ചെയ്യാണ്. പെങ്ങളിട്ട ചക്ക കുളച്ചതിനെ പറ്റിയാണ് സംസാരം. ഓക്കെ ബൈ. ലോല മോൾക്ക് ജാം നുണയാൻ വായിൽ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുന്ന പെങ്ങളുടെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോലയുടെ അച്ഛൻ ട്രൗസറും ബനിയനിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ലോല ഇരുന്നു, അച്ഛനും ഇരുന്നു. ലോലയെ ഭക്ഷണം കഴിപ്പിക്കാൻ പാടുപെടുന്ന അച്ഛൻ. പക്ഷെ ലോല ഒരു പണിയെടുത്തിട്ടും സഹകരിക്കുന്നില്ല ഗായ്സ്. ഇപ്പൊ എടുത്ത് ഓളത്ത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ലോല പ്ലീസ് നുണയൂ. ലോല സമ്മതിക്കുന്നില്ല ഗായ്സ്. ലോല പ്ലീസ്, കിണിക്കാനല്ല, അത് കഴിക്കാനാണ് പറഞ്ഞത്. എന്നാൽ പെങ്ങളുടെ മകൻ അതിസാഹസികമായ ജാം ഇറക്കുന്നു. എടാ എടാ എടാ, അധികം ജാം നീ കഴിക്കരുത് കേട്ടോ അവൻ പറഞ്ഞത്. അച്ഛൻ ഷടാപ്പ്. ലോലയ്ക്കും ജാമ മതി ഗൈസ്. ചെറിയ കുട്ടികൾക്ക് ഇതൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് നിങ്ങൾ ആരെങ്കിലും കമന്റിലൂടെ അറിയിക്കേണ്ടതാണ്. ഇവൾക്ക് അങ്ങനെയെങ്കിലും വിവരം വെക്കട്ടെ. ലോല ഇനഫ്. അയ്യോ സോ ക്യൂട്ട്. നെയ്ച്ചോറാണോ ഉമ്മ? ഉമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന അതിസാഹസിക രംഗം. ഇട്ടിളക്കാൻ പ്രത്യേകം മെയ്വഴക്കം തന്നെ വേണം. നമ്മൾ ഷെട്ടിച്ചു പോകുന്ന രംഗങ്ങൾ. ലോലായി ഞാൻ. ലോല ഓൾറെഡി മുള്ളിയിരിക്കുകയാണ് ട്രൗസറില്. പിള്ളമൂത്രം പുണ്യാഹമെന്ന് ആരും എവിടെയോ പറഞ്ഞതുപോലെ വലിഞ്ഞു കയറി വന്നോടെ വീഡിയോ നേരത്തേക്ക്. ബാപ്പ ഹാഫ് നേക്കഡ് ആയിട്ട് വന്നിരിക്കണതോടെ ഞാൻ കാണിക്കുന്നില്ല ഗൈസ്. ഉമ്മ ഉപ്പിടാൻ മറന്നു പോയി, പക്ഷെ ചോറ് വറ്റിയും പോയി. അതങ്ങനെ അത്ര വർത്താനുണ്ട് ഇവിടെ. നമ്മളെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടാകും. അപ്പം നമുക്ക് അത് വെട്ടി വീങ്ങാം, അതല്ലേ നല്ലത്. ഞാൻ ക്യാമറയും തൂക്കിപ്പിടിച്ച് അങ്ങോട്ട് വരുമ്പോൾ പെങ്ങൾ പറയുക ഓ പൊതുശല്യം വന്നു എന്ന്. എനിക്ക് വയ്യ ഇത്തരം ടോർച്ചർ ഒന്നും സഹിക്കാൻ. ഓക്കെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഗായ്സ്, നമ്മളൊരു ബ്രേക്ക് കഴിഞ്ഞ് വന്നേക്കുവാണ്. അപ്പം നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന വളരെ എന്താ പറയുക, നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. പലരും ചോദിച്ചു ഇവിടെ ബീഫൊക്കെ ഉണ്ടോ എന്ന്.
ആ ബീഫും കിട്ടും, ചിക്കനും കിട്ടും, മട്ടണും കിട്ടും. പക്ഷെ ബീഫ് ഫ്രഷ് ഒന്നും കിട്ടില്ല. കേരളത്തിൽ നിന്നൊക്കെ കൊണ്ടുവരണം ഇങ്ങോട്ട്. ഓക്കെ, നമുക്കങ്ങനെ ഇത് കഴിക്കാം, ലഞ്ച് കഴിക്കാനുള്ളതിന്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് സമയം ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഉച്ചയായി. നൈസ്. നമ്മുടെ ഇനി മേലാൽ അടിക്കരുത് ആച്ചിയെ. ആച്ചി പാവാണോ ദുഷ്ടനാണോ? ഇപ്പൊ ഈവനിങ് ആണ്. പുറത്തിറക്കി നടക്കാൻ പറ്റാണ്ടായിരിക്കുന്നു. ഇന്ത്യ കപ്പടിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ആങ്കോ ഏത് ടീമാ? ബ്രസീൽ, പോർച്ചുഗൽ. എന്റെ ടീമോ? ഏതെങ്കിലും ഒന്നേ തീരുമാനിക്കാൻ പറ്റൂ. ഒരു ടീമോ അല്ലേ? അങ്ങനെ നമ്മൾ മുന്നാട് വീട്ടിൽ നിന്ന് യാത്രയാവുകയാണ് ഗൈസ്. യാത്രയാവുകയാണ്. നമ്മുടെ ആങ്ക്വായും മുന്നാട് ചേട്ടനും മോട്ടർ ശരിയാക്കാൻ പോവാണ് ഗൈസ്. മുന്നേ എന്നെ പ്രഷർ ചെയ്യുക വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ സബൂർ ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ഹോട്ടൽ. ഇതിൻ്റെ അകത്താണ് ഹോട്ടൽ. പക്ഷെ ഞാൻ വെളിയിൽ നിൽക്കുകയാണ്. ആക്ച്വലി ഇത് ഹോട്ടലിൻ്റെ പിന്നാമ്പറമാണ്. ഫ്രണ്ട് സൈഡ് ആ സൈഡിലാണ്. പക്ഷെ നമ്മൾ ഈ റൂട്ടിൽ കൂടി വന്നതുകൊണ്ട് ഞാനിവിടെ ഇറങ്ങിയെന്നേ ഉള്ളൂ. മുന്നേ റാസിയെ കയറ്റാൻ പോയിരിക്കുവാണ്. ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. നോക്കൂ, ഇവിടെയൊക്കെ നമുക്ക് വിശാലമായിട്ട് ഇരിക്കാം. 2 എണ്ണം എത്തിയിരിക്കുകയാണ് ഗൈസ്. റാസിയുടെ കാലം കൂടെ റാസിക്ക് ഒരു ബംഗാളി ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണ്. പണിക്ക് വന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഹിന്ദി അറിയാതെ ആ ഫോൺ കട്ടായിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് ഹിന്ദി പറയാൻ അറിയാത്തത് കൊണ്ട്. എന്തായാലും നമുക്ക് പറയാനുള്ളത്, ജെല്ലി എടുക്കണ്ട, ഞങ്ങൾക്ക് വർക്കും അവിടെ വേറെ ഉണ്ട്. അതുകൊണ്ട് ജെല്ലി എന്ന് വെച്ചാൽ ചേരൽ അത്രേ ഉള്ളൂ. പക്ഷെ പറയാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ആ കോളങ്ങ്. റാസിയുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ അഭിപ്രായം പറയണം. എല്ലാവർക്കും ഇഷ്ടമാണ് ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ. ഇങ്ങോട്ടൊന്ന് തിരിയാമോ? വാവ്, അമേസിംഗ്ലി വാവ്. പലരും ചോദിച്ചു ഇത് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന്. ഇത് ഓൾറെഡി ഞാൻ ഡിസൈൻ കാണിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് അടിക്കും. തുണി ഞാൻ റെഡിയാക്കുന്നതാണ്. ഓക്കെ, ഇന്നത്തെ മേക്കപ്പിനെ കുറിച്ച് നമുക്ക് 2 വാക്ക് ചോദിക്കാം. ഇങ്ങോട്ടൊന്ന് നോക്കാമോ? മേക്കപ്പ് അധികം ഒന്നുമില്ല. പിരിയത്തിലേക്ക് ഹൈബ്രോ ഇട്ടു, പിന്നെ ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടു, അത്രേ ഉള്ളൂ. കണ്ണിന്റെ മുകളിലേക്ക് ബാക്കി ലിപ്സ്റ്റിക് വെച്ച്. ഓ ഗോഡ്. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ ബീച്ചിലെത്തിയിരിക്കുകയാണ്. വൈകുന്നേരമായി പിന്നെ ഇവിടെ ഇരിക്കണം എന്നുള്ളത് പണ്ട് മുതലേ ആരോ ഉണ്ടാക്കിയ നിയമം പോലെയാണ് ഞങ്ങൾക്ക്. മാജി ഒരു കാര്യം ഇല്ലാണ്ട് ഉലരുകയാണ് ഗൈസ്. മാജിയുടെ പിന്നിൽ കാണുന്ന മാജിയുടെ ഹോട്ടലാണ്. മാജി എന്നെ അധിക്ഷേപിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് കേൾക്കാത്തത് ഭാഗ്യമായി പോയി. നല്ല കാറ്റ് നമ്മൾ പാറുമോ? നല്ല കാറ്റുണ്ട്, പക്ഷെ പാറില്ല. എന്നാലും എന്നെ നാട്ടിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ. ഇന്ത്യക്ക് മുദ്രാവാക്യം വിളിച്ചിട്ട് ഞാൻ ഇങ്ങനോട് ഇത് പറഞ്ഞതാ ഡിലീറ്റ് ആക്കാൻ. അപ്പൊ ആ വീഡിയോ കാണാതെ തീർച്ചയായിട്ടും ഇന്നലെ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത ഷോർട്ട് വീഡിയോസ് പോയി കാണുക. തല ഉയർത്തി നടക്കാൻ വയ്യ. തല ഉയർത്തിട്ടായിരുന്നു നടക്കുന്നത്. ഇനിയിപ്പോ പൊയിച്ച് നടക്കേണ്ട അവസ്ഥയായിരിക്കുന്നത്. ഒരു കെയറെടുക്കട തൂങ്ങി ചത്തുപോയി. പതിവ് പോലെ ഇന്നും കുട്ടികൾ പ്ലേ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. കളി വാശിയേറാതെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മുടെ ചീഫ് ഗസ്റ്റുകൾ 2 പേരും എത്തിയിരിക്കുകയാണ്. പതിവിലും വിപരീതമായിട്ട്. Ladies and gentlemen, put your hands together for Iyakai and Val. Welcome back to my show. ചാനൽ എന്ന് പറയടോ. ചാനൽ. റാസിക്ക് എന്തോ ഒരു കടങ്കഥ നമ്മളോട് ചോദിക്കാനുണ്ട്. 2 സുഹൃത്തുക്കൾ വഞ്ചി കടലിലേക്ക് മീൻ പിടിക്കാൻ പോയി. കടലിന്റെ നടുക്ക് എത്തിയപ്പോൾ അതില് ഒരാൾക്ക് സിഗരറ്റ് വലിക്കണമെന്ന് ഒരു ആഗ്രഹം. പക്ഷെ സിഗരറ്റ് വലിക്കാൻ നോക്കിയപ്പോൾ ഇവരുടെ കയ്യിൽ തീപ്പെട്ടിയില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇയാൾക്ക് സിഗരറ്റ് വലിക്കണമെന്ന് നിർബന്ധം തന്നെ. നമുക്ക് ഇതിനുള്ള ആൻസർ കിട്ടിയില്ല. പക്ഷെ ആൻസർ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കിട്ടിയില്ല, ആൻസർ കിട്ടിയില്ല. ഞാൻ പറയട്ടെ, അതിൽ സിഗരറ്റ് വലിക്കണ്ടെന്ന് തോന്നിയ ആളില്ലേ, അയാള് തോണിയിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടുക. ഓക്കെ, അപ്പോൾ ആ
വഞ്ചി ലൈറ്റർ ആയില്ലേ? ഓക്കെ, അപ്പൊ സിഗരറ്റ് കത്തിച്ചിട്ട് വലിച്ചിട്ട് മനസ്സിലായി. അപ്പൊ ഇത് ആന്ധ്രാത്തെ രീതിയിലെ ഒരു സ്പെഷ്യൽ ഫുഡാണ്. പൊരി എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് അരിയും കൊണ്ടാണ്, അരിയും പിന്നെ ദ്വീപ് ശർക്കര, തെങ്ങിന്റെ അത് നമ്മൾ കട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ദ്വീപ് ഹൽവയാണ്. വെരി ഡെലിഷ്യസ്. ഇതാണ് ഞങ്ങളുടെ ടീച്ചർ. ഞാൻ ടീച്ചർ. ടീച്ചറിന്റെ മോനാണ്. പേര് ഇത് വേറൊരു അപ്പാണ്. ഇതൊക്കെ ആന്ധ്രക്ക് സ്പെഷ്യലാണ്. ഫുള്ളായി. അപ്പൊ ഇത് കാവപ്പം എന്നാണ്. അതായത് നമ്മുടെ ഒരു പൊത്തിരിയില്ലേ, ഷേപ്പ് ഉള്ള അരി വറുത്തിട്ടുണ്ടാക്കുന്നത്. ഞാൻ ടീച്ചറേ ഈ അപ്പത്തെ പേര് തന്നെ ഇത് ഇസ്കൊത്തി പത്തിരിയ. ഇസ്കൊത്തി പത്തിരിയാണ്. മറ്റേത് മുട്ടപ്പൊരിയ. മുട്ടപ്പൊരി. ഭാവിയും ടീമും കടപ്പുറത്ത് എണീറ്റ് പോവാണ് ഗൈസ്. പോടോന്ന് കേട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാരും ഇങ്ങനെ വീട്ടിൽ പോകാൻ നേരമായി. എന്റെ ബാറ്ററി ഓൾറെഡി ലോ ആയിരിക്കാണ്. അപ്പൊ ഓക്കെ ഗൈസ്, എന്തെങ്കിലും പറയാനുള്ളോ എന്റെ ഓഡിയൻസിനോട്? പറഞ്ഞതിന്റെ ക്ഷീണം ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. റാഫിയോട് ചോദിച്ചു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ ഓഡിയൻസിനോട്? ഓഡിയൻസിനോട് ഞാൻ എന്ത് പറയാനും എനിക്കറിയത്തില്ലായിരുന്നു. ഇന്നലെ സംഭവിച്ച ആ ഇന്ത്യക്ക് കളി ഇല്ലാത്ത എനിക്കറിയത്തില്ലായിരുന്നു ശരിക്കും. ഇവരാണ് ഇതിനൊക്കെ കാരണം. ഓക്കെ ഗായ്സ്, വാൽ ആൻഡ് ദിയാക്ക, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. ബൈ.